ലോകത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കാം. സ്വദേശത്തേക്കും വിദേശത്തേക്കും യാത്ര ചെയ്യാം സൂര്യയിലൂടെ. പാസ്പോർട്ട്, എമിഗ്രേഷൻ, ഫ്ലൈറ്റ് ടിക്കറ്റ്സ്, വിസ സ്റ്റാമ്പിംഗ്, സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ, വിസിറ്റിംഗ് വിസ, ഹോളിഡേ പാക്കേജസ്, ഉംറ പാക്കേജുകൾ, ഹോട്ടൽ ബുക്കിംഗ്, ഇൻഷുറൻസ്, ഫോട്ടോസ്റ്റാറ്റ്, ലാമിനേഷൻ, പാൻ കാർഡ്, റബ്ബർ സീൽ. സൂര്യ ഇന്റർനാഷണൽ ട്രാവൽസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ്, വടക്കാഞ്ചേരി, ചേലക്കര, ഡൽഹി, ദുബായ്, ഇപ്പോൾ ആറങ്ങോട്ടുകരയിലും. ഫോൺ 9447268947 80569996. നമസ്കാരം, എനിടൈം ന്യൂസിലേക്ക് സ്വാഗതം. പുതുതലമുറയിൽ വായനാശീലം വളർത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി വടക്കാഞ്ചേരി ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ വ്യാസ NSS കോളേജിലേക്ക് ഒരു അധ്യയന വർഷത്തിലേക്ക് 10 പത്രം വിതരണം ചെയ്തു. ലയൺസ് ക്ലബ് പ്രസിഡന്റ് AP ജോൺസൺ അധ്യക്ഷത വഹിച്ചു. അതിൽ ആവശ്യമുള്ളവർക്ക് ശസ്ത്രക്രിയയും നടത്തിക്കൊടുക്കുന്നു. അതുപോലെ ഇന്നത്തെ വളരെ അപകടം നിറഞ്ഞ നമ്മുടെ പ്രമേഹം ഈ 365 ദിവസവും ഒഴിവാക്കാനുള്ള ഒരു ലാബുമായി സഹകരിച്ച് ഞങ്ങൾ സൗജന്യമായി പ്രമേഹ നിർണയ ക്യാമ്പുകൾ നടത്തുന്നു. അതുപോലെ ഒട്ടനവധി മെഡിക്കൽ ക്യാമ്പുകൾ, അതുപോലെ ഈ അവസരായ ഈ കിഡ്നി രോഗികൾക്ക്, ഡയാലിസിസിന് വിധേയരായ രോഗികൾക്കുള്ള സാമ്പത്തിക സഹായം, കിടപ്പ് രോഗികളായ ക്യാൻസർ രോഗികൾക്കുള്ള സാമ്പത്തിക സഹായം, അത്തരത്തിലുള്ള അനവധി പദ്ധതികൾ ഞങ്ങൾ ഈ വർഷം നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എന്തായാലും ഈ ഇത്തരത്തിലുള്ള നമ്മുടെ ഈ മധുരം മലയാളം എന്ന പദ്ധതിയുടെ അല്ലെങ്കിൽ വായനാശീലം വളർത്തുന്നതിനെ കുറിച്ച്, അതിന്റെ അനന്ത സാധ്യതയെ കുറിച്ച് സംസാരിക്കുന്നതിനായി നമ്മുടെ മാതൃഭൂമിയുടെ മുതിർന്ന പത്രപ്രവർത്തകൻ ഞങ്ങളുടെ സുഹൃത്തുമായ മുഴുവൻ അഭിമുഖത്തിണ്ട്. അപ്പൊ കൂടുതൽ സംസാരിക്കുന്നതിനായി അദ്ദേഹത്തോട് പറഞ്ഞു ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. മാതൃഭൂമി ലേഖകൻ P മുരളി പദ്ധതി വിശദീകരണം നടത്തി. മലയാളം എന്നുള്ള പദ്ധതി നമുക്കറിയാം, വരും തലമുറയെ നമ്മുടെ ഭാഷയോട്, മലയാളത്തോട് ചേർത്ത് നിർത്തുവാനും ഭാഷ മധുരമാക്കാനും കലാലയങ്ങളിലും വിദ്യാലയങ്ങളിലും വ്യാപകമായി മാതൃഭൂമി ഇതുപോലുള്ള സന്നദ്ധ സംഘടനകളുമായി സഹകരിച്ച് നടത്തി വരികയാണ്. മലയാളം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. സ്കൂളുകളൊക്കെ അതിന്റെ പ്രവർത്തനം അനുഭവിച്ച് വളർന്നു വന്ന ആളുകളാണ്. മാതൃഭൂമിയെ സംബന്ധിച്ചിടത്തോളം വടക്കാഞ്ചേരി ലയൺസ് ക്ലബ് എക്കാലത്തും മാതൃഭൂമിയായി സഹകരിച്ചിട്ടുള്ള ഒരു സംഘടനയാണ്. 44 വർഷം അതിന്റെ പ്രവർത്തനം തൊട്ടറിഞ്ഞ ഒരാളെന്ന നിലയിൽ കേരളത്തിലെ ലയൺസ് ക്ലബ്ബുകളിൽ സുവർണ ജൂബിലി പിന്നിട്ട ഏറ്റവും പ്രധാനപ്പെട്ട ക്ലബ്ബ് എന്ന നിലയിൽ നിരവധി സേവന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ഒന്നാണ് വടക്കാഞ്ചേരി ലയൺസ് ക്ലബ്ബ്. നമുക്കൊക്കെ അറിയാവുന്ന പോലെ ഏറ്റവും കൂടുതൽ തീവ്ര ശസ്ത്രക്രിയ ക്യാമ്പുകൾ നടത്തി. അതുപോലെ തന്നെ പരിസ്ഥിതി രംഗത്ത് 1 ലക്ഷം വിത്ത് വന്ന് കേരളത്തിന് മുഴുവൻ എത്തിച്ച്, കേരളം മുഴുവൻ 1 ലക്ഷം വിത്ത് വന്നിരുന്ന ഒരു സംഘടന. കേരളത്തിലെ വടക്കാഞ്ചേരിയിലെ പ്രത്യേകിച്ച് എല്ലാ രംഗത്തും ഉന്നതിപ്പിച്ച ഒരു സംഘടന നിലയിൽ ഈ സംരംഭം ഏറ്റെടുത്ത ലയൺസിന്റെ പ്രവർത്തകരെ, ഭാരവാഹികളെ അഭിനന്ദിക്കാൻ കൂടി അവസരം ചെയ്യുകയാണ്. 2ാം തവണയാണ് ലയൺസ് ക്ലബ്ബ് ഈ ദൗത്യം കാസർഗോഡിലേക്ക് എടുക്കുന്നത്. മറ്റൊരു പ്രത്യേകത, നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട സുഹൃത്ത്, അധ്യാപക സുഹൃത്ത് ഡോക്ടർ K. പ്രദീപ് കുമാർ, അദ്ദേഹം കാലിക്കറ്റ് സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് അംഗമാണ്. ഞാൻ പഠിക്കുന്ന കാലത്ത് പ്രിൻസിപ്പൾ, അദ്ദേഹം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ്. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജ്യോതിർമയി വടക്കയിൽ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. സിൻഡിക്കേറ്റ് അംഗവും ഇംഗ്ലീഷ് അധ്യാപകനുമായ ഡോക്ടർ പ്രദീപ് കുമാർ പത്രം ഏറ്റുവാങ്ങി. CA ശങ്കരൻകുട്ടി, വിൽസൺ കുന്തമ്പള്ളി, ഡോക്ടർ PR നാരായണൻ, ഉണ്ണി വടക്കാഞ്ചേരി, അംസ M. അലി, PN ഗോകുലൻ, നസീർ NA, U. കരുണാകരൻ, നൈസിൽ യൂസഫ്, ചന്ദ്രപ്രകാശ് ഇടമന, ഗിരീഷ് കുമാർ, P. സാജു ജോസ്, ലേഡീസ് ഫോറം ഭാരവാഹികളായ ഫൗസിയ നസീർ, പ്രിൻസി ജോൺസൺ, ഫസീദ നൈസിൽ എന്നിവർ പങ്കെടുത്തു.
ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.